ആന്റി ഇതെന്തൊക്കെ പറയുന്നേ? സത്യം. ഞാനും ജയന്തിയും കൂടി കല്യാണിയുടെ ചിലങ്കയിലേക്ക് നല്ല ഉഗ്ര വിഷമുള്ള കരിന്തേലിനെ കയറ്റി വിട്ടിട്ടുണ്ട്. ഇപ്പൊ ഏതായാലും തേൽ അവളെ കടിച്ചിട്ടുണ്ടാവും. കാല് പോലും അനക്കാൻ വയ്യാതെ പഠിച്ചതെല്ലാം പാഴായല്ലോ എന്ന് ഓർത്ത് മോങ്ങി തീർക്കായിരിക്കും അവള്. സൂപ്പർ ആന്റി, സമ്മതിച്ചിരിക്കുന്നു. നീ നോക്കിക്കോ ഗംഗേ, സ്റ്റേജിൽ ഇപ്പൊ അവളുടെ നടനോ അല്ല, മറിച്ച് നിന്റെ വിജയപ്രഖ്യാപനമായിരിക്കും നടക്കാൻ പോകുന്നത്. മിസ് കല്യാണി ദാസ്, ഫൈനൽ കോൾ. ഡീൽ നടത്തുന്ന സമയത്ത് പോലും മനസ്സിന് ഇങ്ങനെ ഒരു ഭാരം എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇന്ന് എന്താ എനിക്ക് പറ്റിയത്? മനസ്സാകെ കലങ്ങി മറിഞ്ഞു കിടക്കുന്നത് പോലെ. അതാ മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് പോവാത്തത് തന്നെ. മത്സരത്തിൽ ഗംഗ ജയിക്കുമോ എന്നൊരു ഭയം. ഇപ്പൊ ഞാൻ തെളിയിച്ച ഈ വിളക്ക് പൂജ കഴിയുന്നത് വരെ കെടാതെ എരിയണം. അങ്ങനെ എരിഞ്ഞാൽ ഗംഗ തന്നെ ഈ മത്സരം ജയിച്ച് എന്റെ മരുമകളായി വരും. जटाभुजंग पिंगल स्फुरत्स्वनामणि प्रभा कदंब कुंकुमद्रव प्रलिप्त चिदं भजे अखर्व सर्व मंगला कला कदंब मंजरी रस प्रवाह माधुरी विजृंभणा मधुव्रतं स्मरान्तकं पुरान्तकं भवान्तकं मखान्तकं गजान्तकान्धकान्तकं तमन्तकान्तकं भजे. അത് മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. ഡാൻസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരാം. തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. റിസൾട്ട് അറിയാതെ ഞാൻ എങ്ങോട്ടും ഇല്ല. കല്യാണി ഹോസ്പിറ്റലിലൂടെ അടുത്താണ്. റിസൾട്ട് പ്രഖ്യാപിക്കും മുമ്പ് തിരിച്ചു വരാവുന്നല്ലേ ഉള്ളൂ. സാരമില്ല, റിസൾട്ട് അറിയട്ടെ, എന്നിട്ട് എവിടെ വേണമെങ്കിലും ഞാൻ വരാം. പ്ലീസ്. എന്റെ എല്ലാ മുറിവിന്റെയും വേദനയുടെയും മരുന്ന് ആ റിസൾട്ടിലുണ്ട്. ശരി, ഹോസ്പിറ്റലിൽ പോകുന്നില്ലെങ്കിൽ പോണ്ട. ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കട്ടെ. അരവിന്ദ്. ആ ശരി ബ്രോ. കല്യാണി ആണ് പ്രധാനം. മാത്രമല്ല ഞങ്ങൾ 3 പേരും മാർക്ക് അധികം ഇട്ടതും ആ കുട്ടിക്ക് തന്നെ. കാലിൽ മുറിവ് പറ്റിയിട്ടും ഭാവം ഒട്ടും ചോരാതെയാണ് ആ കുട്ടി നൃത്തം ചെയ്തത്. ഇനി ആ മാർക്ക് തിരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ് സർ. സാറ് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇക്കാലത്ത് വലിയ ആദർശമൊന്നും നോക്കണ്ട സാർ. സാറിന് എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, അത് ഞാൻ ഏർപ്പാട് ചെയ്തു തരാം. പറഞ്ഞോളൂ, എത്രയാ വേണ്ടത്? നിങ്ങൾക്ക് തെറ്റി. കലയെ കച്ചവടം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല. വിധികർത്താക്കളായ ഞങ്ങളുടെ തീരുമാനം അംഗീകരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ പുതിയ ജഡ്ജസിനെ വെച്ച് ഒന്നുകൂടി മത്സരം നടത്തുക, അതേ ഉള്ളൂ മാർഗം. കുറിച്ച് തരാം. ഇടവിട്ട് അത് പുരട്ടണം. ഒരു ടീറ്റിയും കൂടെ എടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. 2 ദിവസം മുമ്പ് ഒരു TT എടുത്തായിരുന്നു. എടുത്തിട്ടുണ്ടോ? എങ്കിൽ തൽക്കാലം അതിന്റെ ആവശ്യമില്ല. മരുന്ന് കുറിച്ച് തരാം. ഈ മെഡിസിൻ വാങ്ങിയാൽ മതി. റെസ്റ്റ് എടുക്കണം നന്നായിട്ട്. ശരി ഡോക്ടർ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. അരവിന്ദ്.
എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നൃത്തമത്സരത്തിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ബ്രോ ഞാനൊന്നും ആ എല്ലാ മത്സരാർത്ഥികൾക്കും എന്റെയും എന്റെ സഹപ്രവർത്തകരായ ജഡ്ജസിന്റെയും പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനി വിജയികളെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കല്യാണി ദാസ്, അഖിലേ എന്താ ഇത്? അഖിലേ എന്താ ഇത്? നീ ഇതെങ്ങോട്ടാ പോകുന്നത്? അഖിലേ നിക്ക്, നിക്കാൻ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ചോദിക്കാൻ കഴിയുമോ മാഡം? ആനന്ദകൃഷ്ണനും കല്യാണിയുമായിട്ടുള്ള കല്യാണം എന്നായിരിക്കും നടത്തുക? കല്യാണത്തിന് എല്ലാ മീഡിയക്കാർക്കും ക്ഷണമുണ്ടാകും. ഓക്കെ സർ. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പ്രധാന സംഘാടകരായ മത്സരമായിട്ട് പോലും അഖിലാണ്ടേശ്വരി മേഡത്തെയോ ശിവരാമൻ സാറിനെയോ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു കണ്ടില്ല. അതുകൊണ്ടാണ് സാർ ചോദ്യം ആവർത്തിക്കുന്നത്. കല്യാണിയെ തന്നെയായിരിക്കുമോ മിസ്റ്റർ ആനന്ദകൃഷ്ണൻ കല്യാണം കഴിക്കുന്നത്? എന്നായിരിക്കും സാർ കല്യാണം? നേരത്തെ പറഞ്ഞതല്ലേ, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുന്നെങ്കിൽ അതൊരിക്കലും ഒരു രഹസ്യ കല്യാണമാവില്ല. ഇല്ല കൃഷ്ണേട്ടാ, ഒന്നും എവിടെയും അവസാനിക്കാൻ പോകുന്നില്ല. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ആദ്യമായി പറഞ്ഞ വാക്ക് പാലിക്കാത്തവളാണെന്ന് അവള് പറയിപ്പിക്കും. അവള് ശരിയല്ല കൃഷ്ണേട്ടാ. സ്നേഹിക്കുന്നവരുടെ മനസ്സ് മനസ്സിലാക്കാൻ അവൾക്ക് അറിയില്ല. കള്ളിയാ, പഠിച്ച കള്ളി. ഉള്ളിൽ ഒന്ന് തീരുമാനിച്ചിട്ട് പുറമേ മറ്റൊന്ന് അഭിനയിച്ച് ഫലിപ്പിക്കാൻ മിടുക്കിയ അവൾ. ഗംഗ എന്റെ മൂത്ത മരുമകളാണെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചതല്ലേ നമ്മൾ? അത് അവൾക്കും അറിയാവുന്നതല്ലേ. ഈ കുടുംബത്തോട്, അല്ലെങ്കിൽ അവളെ ഇഷ്ടപ്പെടുന്നവരോട് നേരും നെറിയുമുള്ളവളായിരുന്നെങ്കിൽ ഈ മത്സരത്തിൽ അറിഞ്ഞുകൊണ്ട് തോൽക്കുമായിരുന്നു കല്യാണി. ബ്രോ അമ്മ നോക്കട്ടെ, നീ ഇവിടെ വെയിറ്റ് ചെയ്യും. അനിയൻകുട്ടൻ എവിടെ ദാസേട്ടാ? അവൻ ഔട്ട് ഹൗസിലേക്ക് പോയി. ദാസേട്ടൻ ഇവിടെ നിൽക്ക. ആന്റി, ഞാൻ അകത്തേക്ക് പോവാം. ചെല്ലേ. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാ ഈ മത്സരം ഒന്നും വേണ്ടാന്നും. മത്സരം ഒരു തീക്കളിയാണെന്നും നിമിഷ നേരം കൊണ്ട് ജയപരാജയങ്ങൾ മാറി മറിയുമെന്നും നിന്നോട് പറഞ്ഞതാ ഞാൻ. അന്ന് നീ അത് കേട്ടില്ല. മീഡിയ വാർത്ത തെറ്റാണെന്ന് പ്രസ് മീറ്റ് വിളിച്ചുകൂട്ടി പറയാൻ ഒരുങ്ങിയപ്പോഴും തടഞ്ഞത് നീയാണെന്ന് ഓർക്കണം. അമിത വിശ്വാസമായിരുന്നു നിനക്ക്. നീ എന്ന് പറഞ്ഞല്ലോ, മറ്റുള്ളവർക്കിത് വെറും മത്സരമായിരിക്കാം, എന്നാൽ നിനക്കിത് ജീവിതമാണെന്ന്. പറഞ്ഞ വാക്ക് പാലിക്കാനാകാത്ത നീ ഇല്ലാതാക്കിയത് എന്റെ അന്തസ്സാ, ഈ കുടുംബത്തിന്റെ അഭിമാനമാ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകളെ പോലെ ഞാൻ കുറച്ചു നാൾ ഇവിടെ കഴിഞ്ഞില്ലേ? അത് മാത്രം മതി എനിക്ക്.
ഗംഗ, നീ തന്നെയാ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകൾ. ഇതെന്റെ തീരുമാനം. ആലോചിച്ചിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ലല്ലോ. ഹലോ, അതെയോ? ഓക്കെ, ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. സുഗുണ, കേരള ടൈംസിനാ വിളിച്ചേ. മീഡിയക്കാരെല്ലാം ഇവിടെ ഇപ്പോൾ വന്നു പോയതേ ഉള്ളൂ. അല്ല, അമ്മ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്ന അറിയില്ലല്ലോ. എന്ത് ആൻസർ അവൻ കൊടുത്തിട്ടുണ്ടാവുക? വെയിറ്റ്, ആനന്ദ് അകത്തേക്ക് പോയിരിക്കല്ലേ, അവൻ വരട്ടെ. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വിളിക്കുന്നു. ആന്റിയുടെ കയ്യിലൊരു തോക്കും ഉണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കോ. ആയുസ് ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോ കാണാം. നീ വാ. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ബ്രോ. ഇത് എനിക്കും അതെ. നീ പറഞ്ഞതെല്ലാം കേട്ടപ്പോ സത്യം പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മത്സരം ജയിക്കുന്ന ആളുമായിട്ട് നിന്റെ കല്യാണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മത്സരത്തിൽ തോറ്റ ഗംഗയായിട്ട് നിന്റെ കല്യാണം. ആന്റിക്ക് എന്താ പറ്റിയത്? കല്യാണക്കാരി അവിടെ നിൽക്കട്ടെ. അകത്ത് കയറിപ്പോയ കല്യാണിയോട് അമ്മ എങ്ങനെ പെരുമാറുന്ന എനിക്കിപ്പോ ഭയം. അവളാണെങ്കിൽ തിരിച്ചൊരക്ഷരം പറയേയില്ല. ദാസേട്ടൻ അമ്മ എന്താണോ പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. മരിച്ചുപോയ ഇവളുടെ അമ്മയുടെ ഫോട്ടോയുടെ മുമ്പിൽ വെച്ച് ഈ മത്സരത്തിൽ ജയിക്കാൻ പാടില്ല എന്ന് സത്യം ചെയ്യിച്ചവനാ ഞാൻ. പക്ഷേ ഇവൾ ഈ മത്സരത്തിൽ ജയിച്ചിരിക്കുമെന്നാ മാഡം അന്ന് സത്യം ചെയ്തത്. അന്നേ ഞാൻ ഇവളെ കൊന്നേനെ. പക്ഷേ വലിയ കുഞ്ഞ് കയറി വന്ന് കല്യാണിയുടെ ജയം കമ്പനിയുടെ ജയമാണെന്നും അത് വലിയ കുഞ്ഞിന്റെ ജയമാണെന്നും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്റെ മാഡത്തിന്റെ അഭിമാനം കെടുത്തിയ ഇവളെ ഇനി എനിക്ക് വേണ്ട. നശിച്ച ജന്മ മാഡം ഇവള്. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഗംഗ തന്നെയാ തൃച്ചംബരത്തെ മൂത്ത മരുമകൾ. അതിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല. നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച പ്രകാരം ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണം നടക്കുന്ന മുഹൂർത്തത്തിൽ അതേ മണ്ഡപത്തിൽ വെച്ച് തന്നെ ഞാൻ കണ്ടെത്തിത്തരുന്ന പയ്യനുമായിട്ട് നിന്റെ കല്യാണവും നടന്നിരിക്കും. മാഡം, എനിക്ക് അല്ലെങ്കിൽ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി തീരുമാനം മാറ്റുന്നവളല്ലെന്ന് ഈ നാട് മുഴുവനും അറിയാം. ഞാൻ പറഞ്ഞ പ്രകാരം ഇവളുടെ കല്യാണം നടന്നിരിക്കും. ഇപ്പൊ ഇവളെയും കൂട്ടി പോകാം. ശരി മാഡം. ഉങ്കണ്ണീര് പൊഴിക്കുന്നത്. അയ്യോ, അത് നിനക്ക് അറിയില്ലേ? ഈ കല്യാണി എപ്പോഴും ഇങ്ങനാ. സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് കല്യാണക്കാര്യം പറഞ്ഞാ മതി, അപ്പൊ തുടങ്ങും കരച്ചില്. ഇതെവിടുത്തെ നിത്യ സംഭവം. നീ വാ. മതി ഈ കരച്ചിലും പിടിച്ചിലൊക്കെ.
അതിൽ യാതൊരുവിധ മാറ്റവും വരുത്താൻ ഞാനോ കൃഷ്ണേട്ടനോ തയ്യാറോ അല്ല. തറവാടിന്റെ അന്തസ്സിന് കോട്ടം വരാതിരിക്കാൻ ഇപ്പൊ ഞാനെടുത്ത ഈ തീരുമാനം ഈ കുടുംബത്തിലുള്ളവർ അംഗീകരിച്ചേ പറ്റൂ. തീരുമാനിച്ച പ്രകാരം ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടാൻ നീ തയ്യാറായിരുന്നു. ഇന്നുവരെയും ആരെയും മനഃപൂർവ്വമായി വേദനിപ്പിച്ചിട്ടില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ചിലരോട് വെറുപ്പും ദേഷ്യവും ഒക്കെ തോന്നിയേക്കാം. പക്ഷേ ഒരിക്കലും ആ വെറുപ്പും ദേഷ്യവും അവരോട് തോന്നരുത്. പകരം ആ സാഹചര്യത്തെയാണ് വെറുക്കേണ്ടത്. സാഹചര്യമാണ് മോശമായ മനുഷ്യരെ സൃഷ്ടിക്കുന്നത്. അഖില മേഡത്തിനോട് ഇന്ന് നിന്റെ മനസ്സിലുള്ള പകയുടെയും വെറുപ്പിന്റെയും ആഴം ഈ അച്ഛന് മനസ്സിലാവും. പക്ഷേ മാഡത്തെ കൊണ്ട് ഇന്ന് നിന്റെ നേരെ തോക്ക് ചൂണ്ടിച്ചതും നിന്റെ ഉള്ളിലുള്ള അത്യാഗ്രഹത്തെ ചോദ്യം ചെയ്തതും വന്നു ഭവിച്ച സാഹചര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിലും മികച്ചതാവണമെന്ന് മാത്രം മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം. ഫലം ഉണ്ടാവും തീർച്ചയായും. അമ്മ ജീവിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി അവള് നിനക്ക് പറഞ്ഞു തരുമായിരുന്നു. അച്ഛൻ ഇങ്ങനെയൊക്കെ പറയാനും പ്രതികരിക്കാനും അറിയും. ഒന്ന് ഞാൻ പറയാം, മാഡം പറഞ്ഞ വിവാഹം നടക്കുന്നവരെങ്കിലും അച്ഛന് ജീവനോടെ ഇരിക്കണമെന്നൊരാഗ്രഹം. അതെന്റെ മോൾക്ക് ഇഷ്ടമല്ല പറഞ്ഞാൽ മതി. ഗതികേടുകൊണ്ട് അമ്മേ, ഗതികേടുകൊണ്ട്. പണവും പ്രൗഢിയില്ലാത്ത കുടുംബത്തിൽ പിറന്നത് എന്റെ തെറ്റാണോ? പറയ്. ഇതിന്റെ പേരിലാണെങ്കിലും തട്ടിൻ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റാത്തൊരു മോഹമുണ്ട് എനിക്ക്. അതിനുവേണ്ടി ഇനിയൊരു ജന്മം കാത്തിരിക്കാനൊന്നും പറയരുത് എന്നോട്. ചേച്ചി കരയരുത് ചേച്ചി, എനിക്ക് സങ്കടാവും. മത്സരം കഴിഞ്ഞിട്ടേ തോൽവിയുടെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കും. ശിലങ്ക കെട്ടും മുൻപ് തോറ്റാലോ എന്ന് ചോദിച്ച ഇവൾക്ക് വേണ്ടി ഞാൻ ഒരു രാത്രി കൊണ്ട് എഴുതി ഉണ്ടാക്കിയ നാടകമാ പിന്നീട് തൃച്ചംബരത്ത് അരങ്ങേറിയത്. ആ നാടകം കഴിഞ്ഞ് തിരശീല വീണപ്പോ വെറും കോമാളി വേഷമായിരുന്നില്ല അതെന്ന് ഗംഗയ്ക്ക് തോന്നിയിട്ടുണ്ടാവും. അതെ ആന്റി, പ്രിയങ്ക പറഞ്ഞിട്ടാ ഞാൻ അഖിലാന്റിയുടെ മുന്നിൽ ആത്മഹത്യാ നാടകം കളിച്ചത്. ആഹാ, അത് ശരി. അങ്ങനെ വരട്ടെ. സോറി പ്രിയങ്കെ, ഇത് നിന്റെ ബുദ്ധിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. തൃച്ചംബരത്ത് ആനന്ദ്, അവൻ ഇതിനകം ഗംഗ ആരെന്നറിയാൻ ആളിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. പൊത്തിൽ നിന്നും പുറത്തിറങ്ങാത്തടത്തോളം കാലം എന്റെ നിഴൽ വെട്ടം പോലും കാണില്ല അവൻ. ആ ഗംഗ, ആന്റിയെ മുന്നിൽ നിർത്തി വേണം കളിക്കാൻ. ശരി. ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഈ പ്രത്യേക സിറ്റുവേഷനിൽ നന്ദനെ തിരികെ വിളിക്കുന്നത് നന്നായിരിക്കും. അത് തലോടാനല്ല, തല്ലുകൊള്ളുമ്പോ തടയാക്കി നിർത്താൻ. മുഖത്തൊരു വാട്ടം. എന്താ നന്ദനെ വിളിച്ചിട്ടോ? ഇല്ല. പിന്നെ നിന്നെ ഒന്ന് ഡിന്നറിനും കണ്ടില്ലല്ലോ. എന്താ നിനക്ക് പറ്റിയത്? അച്ഛാ, ഐൻസ്റ്റീൻ്റെ ഒരു വാചകമുണ്ട്. ഒരു നാട് നശിക്കുന്നത് തിന്മ ചെയ്യുന്നവരെ കൊണ്ടല്ല, തിന്മ കണ്ടിട്ടും പ്രതികരിക്കാത്തവരെ കൊണ്ടായിരിക്കുന്നു. അതിപ്പോ എവിടെ പറയാൻ കാര്യം? കാരണമുണ്ടെന്ന് തോന്നി അച്ഛാ. അമ്മയെ കാണിച്ചത് ശരിയാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? മികച്ച ബ്രാൻഡ് അംബാസഡറായി തെരഞ്ഞെടുക്കുന്ന പെൺകുട്ടിയായിരിക്കും തൃച്ചംബരത്തെ മൂത്ത മരുവളെന്ന് അനൗൺസ് ചെയ്തിട്ട് കല്യാണിയെ തെരഞ്ഞെടുത്തപ്പോ കൈമലർത്തി കാട്ടി. ും ഒന്നും മനസ്സിലാവാത്ത പോലെ നടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്തോ
എനിക്കതിന് പറ്റുന്നില്ല. വാക്ക് ഉപയോഗിക്കുന്നതിന് കുറ്റം പറയുന്ന അച്ഛൻ വാക്ക് മാറ്റുന്നതിന് പ്രതികരിക്കാത്തതിൽ എനിക്ക് ലജ്ജ തോന്നുക. അമ്മ കാണിച്ച തെറ്റ് തെറ്റാണെന്ന് പറയാൻ അച്ഛൻ എന്താണ് ഇത്ര മടി? കല്യാണി പ്രതികരിക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഒരാഴ്ച കാലത്തേക്ക് വാർത്താ ചാനലുകളിൽ തൃച്ചംബരത്തിന്റെ അന്തസ്സും പ്രൗഢിയും എടുത്തിട്ട് അലക്കേനെ. അരവിന്ദ്, തൃച്ചംബരത്തിന്റെ അന്തസ് കാക്കാനാ നിന്റെ അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? വാക്കിന് വിലയില്ലാത്തവർക്ക് എന്ത് അന്തസ്സ. കല്യാണി, അനിയൻകുട്ടൻ പറഞ്ഞു നീ ഇവിടെ കാണുമെന്ന്. എല്ലാവരും ഇന്നും ഒഴിഞ്ഞു മാറണമെന്ന് തോന്നുന്നുണ്ടോ? ഒഴിവാക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ലല്ലോ വലിയുഞ്ഞെ. ഒഴിവാക്കാനോ? ഞാനോ? നൃത്ത മത്സരത്തിൽ ജയിച്ചാൽ ജീവിതത്തിൽ ഒരുമിക്കാമെന്ന് കരുതിയല്ലേ വലിയുഞ്ഞെ ഞാൻ ഈ കഷ്ടപ്പെട്ടു. മാറ്റേണ്ടി വരും. എന്താ വലിയുഞ്ഞി പറയണേ? മാഡം ഇനി വാക്ക് മാറ്റുമെന്നോ? ഒരിക്കലുമില്ല. അങ്ങനെ വാക്ക് മാറ്റേണ്ടി വന്നാലും എന്നെ മൂത്ത മരുമകളായിട്ട് അംഗീകരിക്കില്ല. അതെനിക്ക് ഉറപ്പാ. ഗംഗയെ മൂത്ത മരുമകളായി അമ്മ തീരുമാനിക്കാൻ എന്തായിരുന്നോ കാരണം? അതേ കാരണം കൊണ്ട് തന്നെ നിന്നെ അമ്മ മൂത്ത മരുമകളായി സ്വീകരിച്ചാലോ? മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ഈ ഗംഗയെക്കുറിച്ച് അന്വേഷിക്കാൻ മുംബൈയിൽ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്ന എന്റെ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിരുന്നു. അതാണ് അവൾ. ബാക്കി ഡീറ്റെയിൽസ് കൂടെ കളക്ട് ചെയ്തിട്ട് വിത്തിൻ ഡേയ്സ് ഐ വിൽ കോൾ യു. ബൈ ദ ബൈ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. 10ൽ 10 പൊരുത്തമുള്ള ഒരു പെൺകുട്ടിയുടെ ജാതകം അവളുടേതാക്കി മാറ്റിയാണ് ഗംഗ തൃച്ചംബരത്തേക്ക് കയറി പറ്റിയിരിക്കുന്നത്. അതാരുടേതാണെന്നും എന്തിനാണെന്നുമുള്ള ഡീറ്റെയിൽസ് ഞാൻ പുറകെ അറിയിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ഓക്കെ ദെൻ. വല്ലുഞ്ഞോ? ചേച്ചി ഇല്ല വല്ലുഞ്ഞേ? ദാസേട്ടനോ? അച്ഛനും ഇല്ല. ചേച്ചി അമ്പലത്തിൽ പോയതാവാനാ സാധ്യത. അനികൂട്ട, കല്യാണിയുടെ ജാതകം എവിടെ ഇരിക്കുന്നെന്ന് അറിയോ നിനക്ക്? അറിയാം വല്ലുഞ്ഞേ, ഞാനിപ്പോ എടുത്തോണ്ട് വരാം. ചെല്ല. ഇന്നാ വല്ലുഞ്ഞേ? അതെനിക്ക് നന്നായിട്ട് അറിയാം. ജാതകം സത്യമാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ തമ്മിലുള്ള കല്യാണമേ നടക്കും. നീ ധൈര്യമായിട്ടിരിക്കുക കല്യാണി. ഈ ജാതകക്കാര്യം മാഡത്തിനോട് പറഞ്ഞു വലിയുഞ്ഞെ? എന്തു പറ്റി വലിയുഞ്ഞെ? വലിയുഞ്ഞ് പറഞ്ഞിട്ട് മാഡം അത് വിശ്വസിച്ചില്ലേ? ഗംഗയുടെ ജാതകവും എടുത്ത് അനിയൻകുട്ടന്റെ കയ്യിൽ നിന്ന് നിന്റെ ജാതകവും വാങ്ങി ഞാൻ നേരെ അമ്മയുടെ മുറിയിലേക്ക് പോയത്. അതെ കൃഷ്ണേട്ടാ, എനിക്കതേ അറിയൂ. അല്ലാതെ സ്നേഹവും വെറുപ്പും ഒക്കെ തുലാസിൽ വെച്ച് അളന്നു തൂക്കി കൊടുക്കാനൊന്നും എനിക്കറിയില്ല. അത് പോരാക്കില്ലേ, ഇന്ന് തന്നെ
നിന്റെ നീതിയുടെ തുലാസിൽ അനീതിയുടെ തട്ട് താഴ്ന്നു നിൽക്കുന്നുണ്ടായിരുന്നു. മത്സരം ജയിച്ചു വരുമ്പോ സമ്മാനമില്ലെന്ന് പറയുന്നത് നെറുകേടല്ലെങ്കിൽ കൃഷ്ണേട്ടാ, ഞാനോ കൃഷ്ണേട്ടനോ പ്രഖ്യാപിച്ചതല്ലല്ലോ ഈ മത്സരവും സമ്മാനവും ഒക്കെ. അതിന്റെ പാപഭാരം ചുമക്കേണ്ട കാര്യവും നമുക്കില്ല. വാക്കുകളിലൂടെ പറയാൻ അഖിലേ അത്. പക്ഷേ എന്റെയോ നിന്റെയോ മനസ്സ് അത് ചിലപ്പോ കേട്ടെന്ന് വരില്ല. ഈ അവസ്ഥയിൽ ഗംഗ കല്യാണിയുടെ ജാതകം വെച്ച് അമ്മയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ എങ്ങനെ പറയും? അതൊരു പക്ഷേ അമ്മയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. അഖിലേ, എന്തായത്? നീ എന്തിനാ ഇങ്ങനെ വെറുതെ ഇമോഷണൽ ആവുന്നത്? ജസ്റ്റ് റിലാക്സ്. എന്നിട്ട് സ്വസ്ഥമായി ആലോചിക്കും. അപ്പൊ നിനക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ നിനക്കറിയാന്നോ? അതെ, എനിക്കറിയാം. അന്ന് ശിവരാമ സാറിന് എന്തോ അപകടം വരാൻ പോകുന്നു ഞാനൊരു സ്വപ്നം കണ്ടതായി പറഞ്ഞില്ലേ? അതാ ഞാൻ AC-യുടെ സ്വിച്ച് ഓഫ് ചെയ്തെന്നും. അന്ന് സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഞാൻ റൂമിലുണ്ടെന്നറിയാതെ ഗംഗ ആരോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇവനിതെന്തു പറ്റി? ഗംഗ ഇറങ്ങി വരാനാ പറഞ്ഞത്. ഗംഗ ഇറങ്ങി വരാൻ. ബ്രോ എന്തത്ര ദേഷ്യപ്പെട്ടിട്ട്? ഗംഗ ഇറങ്ങി വരാൻ. ബ്രോ എന്ത് പറ്റി ബ്രോ? എന്തിനെങ്കിലും ടെൻഷൻ അടിക്കുന്നേ? കാര്യം പറ. അതറിഞ്ഞാ നീ എന്നെക്കാൾ ടെൻഷനാവും. മാറി നിൽക്ക്. ആകെ പശപ്പശ കാണല്ലോ. ഗംഗ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എന്ത് പറ്റി ആനന്ദ്? എന്തിനാ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? താഴെ ഇറങ്ങി വാടി. എടുത്തേക്കരുത്. മര്യാദയ്ക്ക് സത്യം പറയടി. ആനന്ദ് നിർത്ത്. നിർത്താൻ. സോറി അമ്മേ. എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറയടി, നിന്റെ ഉദ്ദേശം എന്താണെന്ന്? ആരെ ഉന്നം വെച്ചാ നീ തൃച്ചംബരത്തേക്ക് വന്ന് കയറിയത്? എന്നെയോ? ഈ അമ്മയോ? അതോ അച്ഛനെയോ? അതോ അല്ലെങ്കിൽ തൃച്ചംബരത്തിന്റെ സർവനാശമാണ് നിന്റെ ഉദ്ദേശം? നീ പറയില്ലല്ലേ? ഇത് ഞാൻ ഗംഗയുടെ മുറിയിൽ നിർത്ത ഇവളുടെ ജാതകം. ഇത് കല്യാണിയുടെ ജാതകം. ഇത് നന്നായി നോക്കിയാൽ മനസ്സിലാവും. കല്യാണിയുടെ ജാതകം ചെറിയ മാറ്റം വരുത്തിയതാ ഗംഗയുടെ ജാതകം ഒന്ന്. അയ്യോ, എന്റെ ഒരു സുഹൃത്ത് മുംബൈയിൽ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്നുണ്ട്. അവനിലൂടെയാ ഞാൻ ഈ ജാതക കഥ മനസ്സിലാക്കിയത്. ആന്റിയുടെ മരുമകളാകണമെന്ന മോഹം കൊണ്ടാ ഞാൻ ജാതകം തിരുത്തിയത്. അല്ലാതെ മറ്റൊരു ഉദ്ദേശമില്ല എനിക്ക്. പ്ലീസ് ആന്റി, എന്നെ വിശ്വസിക്ക്. കൊള്ളാം. ആദ്യം ഒരു തെറ്റും ചെയ്തില്ലെന്നായിരുന്നു. ഇപ്പൊ തെളിവോടുകൂടി പിടിക്കപ്പെട്ടപ്പോ ഈ തെറ്റ് മാത്രമേ ചെയ്തുള്ളൂ എന്ന്. ഇനിയും നിന്നെ ഞാൻ വിശ്വസിക്കണമല്ലേ? എന്തിനാ നീ AC-യിൽ പോയിസൺ ലിക്വിഡ് കലർത്തി കൃഷ്ണേട്ടനെ കൊല്ലാൻ നോക്കിയത്? ആന്റി, ഞാൻ എന്റെ കൃഷ്ണേട്ടനെ കൊല്ലാൻ നോക്കിയ നിന്നെ ഞാൻ ഈ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ ആർക്കും പറ്റിക്കാൻ പറ്റില്ലെന്നായിരുന്നു എന്റെ വിശ്വാസം. എന്നെ കബളിപ്പിച്ചവളെ ഞാൻ കൊന്നു. കബളിപ്പിക്കപ്പെടാൻ നിന്നുകൊടുത്തതിന് എനിക്കും ശിക്ഷ വിധിക്കണ്ടേ?
അഖില വേണ്ട. അമ്മ അമ്മ ചേച്ചി അയ്യോ അമ്മ അമ്മ അയ്യോ അമ്മ നിന്നോട് പറഞ്ഞ ഞാനിപ്പോ ചിന്തിച്ചതായിരിക്കും നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തൽക്കാലം അത് വല്യവനിനോട് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കല്യാണി, നീ വിഷമിക്കണ്ട. ഗംഗയുടെ പ്ലാനിങ് എന്തായാലും അത് നടത്താൻ ഞാൻ അനുവദിക്കില്ല. നീ വാ, ഒരുപാട് വൈകി. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ കല്യാണി. സമാധാനായിട്ട് പോ. ചെല്ല. മോളെ, അച്ഛൻ വിഷമം കൊണ്ട് എന്തൊക്കെയോ ക്ഷമിച്ചേക്ക്. ഒരു കാര്യം ഉറപ്പിച്ച് അച്ഛൻ പറയാം. അഖില മേഡം കണ്ടുവച്ച ചെറുക്കനുമായി നിന്റെ വിവാഹം നടക്കണം. നടന്നേ പറ്റൂ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ മാത്രമായിരിക്കില്ല, അനിയും കുട്ടിനെയും കൊണ്ട് ഞാനങ്ങ് പോവും പരലോകത്തേക്ക്. പിന്നെ എന്റെ മോളെ തല്ലാനോ ശാസിക്കാനോ ശല്യമായിട്ട് പിന്നെ ആരും ഉണ്ടാവില്ല. ഇഷ്ടം പോലെ ജീവിക്കാം. കല്യാണി ഇവിടെ. കല്യാണി കല്യാണി അരവിന്ദ്, എന്താ ഇത്? നീ മദ്യപിച്ചിട്ടുണ്ടോ? ബ്രോ, എനിക്കിപ്പോ കല്യാണി കാണണം. എനിക്ക് അവരോട് ക്ഷമ ചോദിക്കണം. നീ ഇപ്പൊ ഒരു കല്യാണിയും കാണുന്നില്ല. അത് പറയാൻ ബ്രോയ്ക്ക് ഒരു അധികാരം ഇല്ല. കല്യാണി കാണാൻ പറ്റില്ല പോലും. ബ്രോയ്ക്ക് മുന്നേ അവളായിട്ട് ഇങ്ങനെ ചങ്ങാത്തിലായിട്ട് ഞാനാ. മത്സരത്തിൽ ജയിച്ച മൂത്ത പരിപാടിക്കാന്ന് പറഞ്ഞിട്ടും എല്ലാരും കൂടി ആ പാവത്തിനെ. അരവിന്ദ്, മതി. നീ വന്നിറന്ന് ഉറങ്ങാൻ നോക്ക്. സാധാരണ ഒരാള് അമ്പലത്തിൽ പോകുന്നതേ എപ്പോഴാ? രാവിലെ വൈകിട്ടും. അയ്യോ എടി, അതല്ല. മനുഷ്യന്റെ മനസമാധാനം പോയെന്ന് തോന്നുമ്പോഴാ അമ്പലത്തിൽ പോകുന്നത്. ഡാൻസ് മത്സരം കഴിഞ്ഞതോടെ അഖിലയുടെ മനസമാധാനം പാടെ പോയി. ഇപ്പൊ ദൈവങ്ങളെ കണ്ട് സമാധാനം വാങ്ങി ഒരു വരവ് വരും. വന്ന് കേറുമ്പോ ഞാൻ കുറെ കനല് വാരി ആ നെഞ്ചിലേക്ക് ഇട്ടുകൊടുക്കും. നീറി പുകയട്ടെ. ഇന്നലെ രാത്രി പെട്ടെന്ന് കെടാത്ത കുറച്ച് കനലുകൾ കിട്ടി. സത്യം പറയാലോ ആന്റി, എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാ കേട്ടോ. നീ എന്നെയാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ കാര്യം അറിയാതെയാ പഴിക്കുന്നത്. കല്യാണിയെ ഞാൻ നിർത്തു ബ്രോ. ബ്രോയുടെ ഒരു ന്യായം എനിക്ക് കേൾക്കണ്ട. എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാ. ദയവ് ഇത് ബ്രോ ഇന്ന് പുറത്തേക്ക് ഇറങ്ങി പോയിത്താ. ഇനി ഒരു പ്രാവശ്യം പോലും കല്യാണി എന്നുള്ള പേര് ഉച്ചരിക്കാൻ അർഹതയില്ല ബ്രോയ്ക്ക്. അരവിന്ദ്, ഞാൻ പറയുന്നത് ബ്രോ പ്ലീസ്, ഇനി കൂടുതലൊന്നും എനിക്ക് കേൾക്കണ്ട. കേട്ടാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ട് ഞാൻ ബ്രോയോട് അപേക്ഷിക്കുക, എന്നൊരു ഭ്രാന്തനാക്കരുത്. ബ്രോ ഇന്ന് ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോ ബ്രോ.
ഇന്ന് ദേവിയുടെ വിഗ്രഹത്തില് എന്തോ ഒരു പ്രത്യേക ഐശ്വര്യം തോന്നി കൃഷ്ണേട്ടാ. മനസ്സ് ശരിക്കും ഒന്ന് തണുത്തു. അട്ടകൾ എഴഞ്ഞു കേറുന്ന പോലെ എനിക്ക് തോന്നി. അരവിന്ദ്, അരവിന്ദ്, വിലാസിനെ, നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഇന്നത്തോടെ നിന്റെ... അയ്യോ ചേച്ചി, ചേച്ചി എന്നെ വിശ്വസിക്കണ്ട. ചേച്ചിയുടെ ഉത്തമ പുത്രനുണ്ടല്ലോ, ദേ വരുന്നു. ആനന്ദിനോട് ചോദിച്ചാ മതി. ഇന്നലെ അനിയൻ കുടിച്ചോണ്ട് 4 കാലി വന്ന് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നേരിട്ട് ചോദിക്കതേ നിൽക്കുന്നു. ആനന്ദ് വിലാസിനെ പറഞ്ഞത് ശരിയാണോ? കണ്ടു ചേച്ചി ഇവന്റെ അഹങ്കാരം. ഇവിടെ ചിലരൊക്കെ പറഞ്ഞ വാക്ക് സൗകര്യത്തിനനുസരിച്ച് മാറ്റാൻ നോക്കുന്നവരാ. അത് കുടുംബത്തിൽ പറഞ്ഞവർക്ക് പറഞ്ഞതല്ല. സൂക്ഷിച്ച് സംസാരിക്കണം. ഈ അരവിന്ദ് കൃഷ്ണൻ തട്ടല് വളച്ച് ശീലമില്ല ബ്രോ. അതുകൊണ്ട് പറയാനുള്ളത് മുഖത്ത് നോക്കി തന്നെ പറയണം. പറയും. സത്യങ്ങൾ പറയുമ്പോ ശിക്ഷിക്കാൻ ഇവിടെ ആൾക്കാരുണ്ടല്ലോ. എന്നിരുന്നാലും അമ്മ എടുത്ത തീരുമാനം തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. അരവിന്ദ്, അമ്മയുടെ കാലിൽ വീണ് മാപ്പ് പറയടാ. ഇല്ല ആനന്ദ്, ഏതായാലും അഖിലാണ്ടേശ്വരി തളർന്നു. ആ കനൽ എരിഞ്ഞു തുടങ്ങി. എന്റെ അറിവിൽ നാഥനും നാഥിയും ഒക്കെ ഉള്ള പേര് കേട്ട തൃച്ചംബരം തറവാട്ടിലേക്കാണ് എന്റെ മകളെ കെട്ടിച്ചുവിട്ടത്. അവരാരും ഇന്നേ വരെ എന്റെ ഭാര്യയോ മകളെയോ ഒരു മോശവും പറഞ്ഞതായി എനിക്ക് അറിവുമില്ല. ആരും എന്നോട് പറഞ്ഞിട്ടുമില്ല. എന്നാൽ എന്റെ ഭാര്യയുടെയും മകളുടെയും പക്ഷത്തു നിന്ന് ചില അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ആദ്യം അവർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്താ നാരായണ ഇത്? അവര് കുട്ടികളല്ലേ? സുജാത, എന്നാൽ ഞാനങ്ങോട്ട്. മഹേശ്വരിയും മനസ്സ് വിഷമിച്ച ഇവിടുന്ന് പോയത്. അതെ, ക്ഷമിക്കാൻ പറയണം. എന്തെങ്കിലും കഴിച്ചിട്ട് പോ. വരാം. ഇപ്പൊ പോകുന്നു. വരുമ്പോ മഹേശ്വരിയും കൂട്ടാം. ഓ, ഒരിക്കലുമില്ല. അരവിന്ദിന്റെ ഉടമ്പടി നിലനിൽക്കുന്നിടത്തോളം നന്ദനയ്ക്ക് അങ്ങനെ മാറാൻ പറ്റില്ല. ഇത് മഹേശ്വരി സ്വത്ത് കൈവിട്ടു പോകുമെന്ന് ഭയന്ന് നാരായണനെ വെച്ച് കളിച്ച കളിയാവാനാ സാധ്യത. ഇനി അതല്ല, നന്ദന നീ പറയുന്ന രീതിയിൽ മനസ്സ് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവളെ ഒന്നുകൂടി മാനസാന്തരപ്പെടുത്തി നമ്മുടെ കൂടെ നിർത്തും. എന്താ, അതുപോലെ? അങ്ങനെ സംഭവിക്കണം. കാരണം ഒരേ മണ്ഡപത്തിൽ വെച്ച് ഒരേ സമയം എന്റെയും കല്യാണിയുടെയും കല്യാണം നടത്തുമെന്നല്ലേ അഖിലാന്റി വാക്കുകൊടുത്തത്? അത് നടക്കരുത്. അതിന് നന്ദനെ നമുക്ക് ആവശ്യം.
കല്യാണം മുടക്കുന്ന കാര്യമല്ലേ അത് ഞാൻ ഇല്ലല്ലോ മാഡം. തൃച്ചംബരത്തെ അഖിലേണ്ടേശ്വരി സ്നേഹത്തിന്റെയും ദയാവായ്പിന്റെയും കാര്യത്തിൽ ഒരു ദേവതയാണെന്ന് ആർക്കറിഞ്ഞൂടാത്തത്? അതെ അതെ, പരമ്പരയായി തന്നെ തൃച്ചംബരം തറവാടിന്റെ മഹത്വം ഇപ്പോഴും ഇങ്ങനെ തന്നെ നിലനിൽക്കാനുള്ള കാരണം മാഡത്തിന്റെ ശക്തമായ നിലപാടുകളും അതിലുറച്ചു നിൽക്കുന്ന മനസ്സും ഉള്ളതുകൊണ്ടാണ്. ഒരു വാക്ക് പറഞ്ഞാൽ ജീവൻ പോയാൽ പോലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ചിലരൊക്കെ പറഞ്ഞ വാക്ക് സൗകര്യത്തിനനുസരിച്ച് മാറ്റാൻ നോക്കുന്നവരാ. അത് കുടുംബത്തിൽ പറഞ്ഞവർക്ക് പറഞ്ഞതല്ല. ഞങ്ങളുടെ അഭിപ്രായം പറയാം. പെണ്ണിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതെ മാഡം. മാഡം പറഞ്ഞപ്പോ ഇത്രയും ഐശ്വര്യമുള്ള കുട്ടിയാണ് കല്യാണി എന്ന് കരുതിയതേയില്ല. നീരജ്, അച്ഛനും അമ്മയ്ക്കും ഒക്കെ കല്യാണിയെ ഇഷ്ടപ്പെട്ടു. എന്താ നിന്റെ അഭിപ്രായം? നീ ഒന്നും പറഞ്ഞില്ല. നിനക്ക് ഇഷ്ടപ്പെട്ടോ കല്യാണിയെ?